എല്ലാവർക്കും നമസ്കാരം. നല്ല മില്ലറ്റ് അവലും ഒന്നാന്തരം വളരെ പുതുമയുള്ള ഒരു ചായയും കുടിച്ചാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. സന്തോഷമായിട്ടുള്ളൊരു സമയം. വേദിയിൽ എനിക്ക് വളരെ സ്നേഹമുള്ളതും ബഹുമാനിക്കുന്നതുമായിട്ടുള്ള പുള്ളി സാറ്, പുതുവാട് സാറ്, എല്ലാവരും, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകൾ ആതിരി, എന്താ കാര്യമാണ് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പരിസ്ഥിതിയെക്കുറിച്ചും എയിനെക്കുറിച്ചും വളരെ കഥാരൂപത്തിൽ പുസ്തകം എഴുതിയ ആളാണ്. എല്ലാവരും ഇരിക്കുന്ന വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ആദ്യം തന്നെ അങ്ങേ പുസ്തകത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനും ഒരു എളിയ ശാസ്ത്രപ്രചാരകനാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായല്ലെങ്കിലും ശാസ്ത്രബോധം കെടരുതേ എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് കിട്ടുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പരാമർശിച്ച പോലെ ഒരുപാട് തരത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും പറ്റിക്കപ്പെടാതിരിക്കാനും ഒക്കെ ഒരവസരം ഉണ്ടാകുള്ളൂ. ഞാൻ കരുതുന്നു അത് അത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ പറയും ശാസ്ത്രബോധം വേണം എന്ന് നമ്മളെപ്പോഴും എല്ലാവരും, അല്ലെങ്കിൽ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും നമ്മൾ പറയാറുണ്ട്. ഞാൻ കരുതുന്നു ശാസ്ത്രബോധം എന്ന് പറഞ്ഞത് മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ളൊരു സ്വഭാവമാണ്, അല്ലാതെ അത് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമല്ല. ചിലർ ഉണർന്നിരിക്കും, ചിലർ ഉറങ്ങിപ്പോകും. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഇതിൻ്റെ തട്ടിപ്പിന് ഇരയാകുന്നവർ, അന്ധവിശ്വാസങ്ങളുടെ നാഗമാണിക്യങ്ങളുടെ തട്ടിപ്പിന് ഇരയാകുന്നവർ, അവർക്ക് സംശയമില്ലാഞ്ഞിട്ടല്ല അതൊന്നും വർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു കയ്യിൽ ഒരുപാട് കാശിരിപ്പുണ്ട്, സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, എന്തെങ്കിലും നടക്കണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന, പൈസ കയ്യിൽ കൂടുതലിരിക്കുന്ന ആൾക്കാരാണ് ഇതിന് ചെന്ന് പെടുന്നത്. അവരെ ഒന്ന് നിർബന്ധിക്കുക പോലും വേണ്ട, അങ്ങോട്ട് പോയി ഈ പല കാര്യങ്ങൾ ചെന്ന് തലവെച്ച് കൊടുക്കുകയാണെന്ന് നമുക്ക് അറിയാം. അതിൽ അന്ധവിശ്വാസം തന്നെ വേണമെന്നില്ല. നമ്മുടെ യുക്തിചിന്ത വളരെ ഉയർന്ന തലത്തിലല്ലെങ്കിൽ നമ്മൾ വേറെ ഒരുപാട് അപകടങ്ങൾ പെടുന്നതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു മെസ്സേജ് വരും ഒരു ദിവസം. നമ്മളിത്തിരി ട്രേഡിങ്, ഷെയർ മാർക്കറ്റ് നോക്കുന്ന ആളാണെന്ന് വിചാരിക്കും. നമുക്കൊരു സന്ദേശം വന്നിരിക്കുകയാണ്, എനിക്ക് ഒരു സിദ്ധിയുണ്ട്, ഈ ഷെയർ മാർക്കറ്റ് ഉയരുമോ താഴുമോ എന്ന് എനിക്ക് പ്രവചിക്കാൻ സാധിക്കും. ഞാനിതാ പ്രവചിക്കുന്നു, നാളെ ഇന്ന കമ്പനിയുടെ ഷെയർ കൂടും, നിങ്ങൾ വേണേൽ നോക്കിക്കോളൂ, ഇത് പ്രവചിക്കുന്നു. നിങ്ങൾ പിറ്റേ ദിവസം ഷെയർ മാർക്കറ്റിൽ പോയി നോക്കുന്നു, അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുന്നു, ഈ കമ്പനിയുടെ ഷെയർ കൂടിയിരിക്കും. അപ്പോൾ ഒരു പരീക്ഷണം കൊണ്ട് നമുക്ക് വിശ്വാസം വരില്ലല്ലോ. പിറ്റേ ദിവസം നിങ്ങൾക്ക് അടുത്ത സന്ദേശം വരും, ഞാൻ ഇന്നലെ പ്രവചിച്ചിരുന്നു, കൂടി, നിങ്ങൾ കണ്ടു. ഞാൻ ഇന്ന് പ്രവചിക്കാൻ പോവുകയാണ്, നാളെ ഇന്ന കമ്പനിയുടെ ഷെയർ കുറയും. നിങ്ങൾ പിറ്റേ ദിവസം വെബ്സൈറ്റിൽ നോക്കുന്ന കമ്പനിയുടെ ഷെയർ കുറയും. അത് കഴിഞ്ഞപ്പോൾ ഒരു സന്ദേശം വരുന്നു, നോക്കൂ, നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു, റിയൽ ടൈമിൽ തെളിയിച്ചു, എനിക്ക് ഷെയർ മാർക്കറ്റ് പ്രവചിക്കാനുള്ള സിദ്ധിയുണ്ട്. ഞാൻ പ്രവചിച്ചാൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഏത് ഷെയറിലാണ് താല്പര്യം എന്നോട് പറയും, $10 അടയ്ക്കും, ഞാൻ പ്രവചിക്കാം. നിങ്ങൾ $10 അടയ്ക്കും, അയാൾ പ്രവചിക്കുന്നു, അത് തെറ്റുന്നു, $10 പോയി. എന്താണ് സംഭവിച്ചത്? സംഭവിച്ച വളരെ ലളിതം. ഇദ്ദേഹം 1000 പേരുടെ ഇമെയിൽ എടുക്കും, അല്ലെങ്കിൽ ID എടുക്കും. ഈ 1000 പേരുടെ 500 പേർക്ക് അയക്കും ഇന്ന ഷെയർ മാർക്കറ്റ് കൂടും, 500 പേർക്ക് അയക്കും ഇന്ന ഷെയർ മാർക്കറ്റ് കൂടും. അതിൽ ഒരെണ്ണം കറക്റ്റായിട്ട് വരും. ആ കറക്റ്റായിട്ട് വന്നേപ്പെട്ട ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഇനി ശരിയായിട്ട് വരുന്ന 500 പേരിൽ 250 പേർക്കൊരു മെസ്സേജ് അയക്കും, നാളെ വേറൊരു ഷെയർ മാർക്കറ്റ് കുറയും, 250 പേർക്ക് കുറയും, കൂടും. അതിന് പറയുന്നത് ശരിയായി വരുമല്ലോ. അങ്ങനെ 1000 പേർക്ക് മെസ്സേജ് അയച്ചാൽ 2 ദിവസം കൊണ്ട് 250 പേർക്ക് എല്ലാ പ്രഡിക്ഷനും കറക്റ്റായിട്ട് വരും. അപ്പോൾ അവരെടുത്ത് പറയുകയാണ്, നിങ്ങൾ നാളെ $10 വന്നാൽ ഞാൻ ഷെയർ മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്ത് തരാം എന്ന് പറയും. അതിൽ 250 പേര് 10 പേര് അടയ്ക്കും. എല്ലാവരും അടയ്ക്കണമെന്നില്ല, മതി. $100 ചുമ്മാ കിട്ടിയില്ല, ഇമെയിൽ അയച്ചതിൽ കൂടെ $100 കിട്ടി. അപ്പോൾ വിശ്വാസമൊന്നും വേണ്ട. നമ്മുടെ യുക്തിചിന്ത വളരെ ഭദ്രമല്ലെങ്കിൽ, നമുക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ തട്ടിപ്പിക്കപ്പെടാം. അതിൻ്റെയൊക്കെ എവിടെയാണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, വളരെ നമ്മുടെ ശാസ്ത്രത്തോടുള്ള നമ്മുടെ ഒരു സമീപനം സമൂഹം എന്ന നിലയിൽ അത് നിരന്തരം നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇത് പൂർണ്ണമായിട്ട് തീരുന്ന ഞാൻ കരുതുന്നില്ല. ഇതൊരു നിരന്തരം തുടരേണ്ട ഒരു ഫൈറ്റാണെന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനതിന് സാധാരണ നമ്മുടെ കുട്ടികളുടെ അടുത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീജനങ്ങളോട് പറയുന്നൊരു കാര്യം,
നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് പുരോഗതിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് എടുത്ത് പറയാറില്ല. നമ്മൾ പലപ്പോഴും നവോത്ഥാന നായകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പേരാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും ഒരു ഉദാഹരണം, സ്ത്രീ സമത്വം. സ്ത്രീകൾക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ കുറേ കൂടെ, ഞാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, 50 വർഷത്തിന് മുമ്പുള്ള അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ തുല്യമായിട്ട് തുല്യ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം നമുക്കാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറയാം, നവോത്ഥാന നായകരെ പറയാം, കഥകൾ, സിനിമയൊക്കെ, നോവലിനെയൊക്കെ പറ്റി പറയാം. പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ ഇവർക്കൊന്നും ഇത്രയും പ്രവർത്തിക്കാൻ ഒക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 5 ശാസ്ത്ര സാങ്കേതിക ഉൽപ്പന്നങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കും. 1 സാനിറ്ററി നാപ്കിൻ, 2 കോൺട്രസെപ്റ്റീവ്, 3 DNA ഫിംഗർ പ്രിൻറ്റിംഗ്, DNA ടെസ്റ്റിംഗ്, 4 CCTV, 5 മൊബൈൽ. ഇത് 5 സ്ത്രീ സുരക്ഷിതരല്ല, സ്ത്രീക്ക് തുല്യ അവസരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ചെറിയ ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ സിനിമകൾ, പഴയ സിനിമ എടുത്ത് നോക്കിയാൽ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കാണുന്നവരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. 1970കളിലെ സിനിമ ചില അർത്ഥത്തിൽ വളരെ അരോചകമാണ്, ചില അർത്ഥത്തിൽ വളരെ മനോഹരമാണ്. പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ചിലപ്പം നമ്മുടെ പ്രായത്തിൽ, എൻ്റെ പ്രായത്തിലുള്ളവർക്കെല്ലാം അത് വളരെ ഇപ്പോഴത്തെ സിനിമയിൽ നിന്ന് കിട്ടാത്ത ചില ആനന്ദം അതിൽ നിന്ന് കിട്ടും. പക്ഷേ അതിലെ സാമൂഹിക വ്യവസ്ഥിതിയും അതിലെ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമയോട് പലതിനോടും അംഗീകരിക്കാനൊന്നുമില്ല. എന്നാൽ ഈ 1970ലെ സിനിമകളുടെ ഒരു ചെറിയ പങ്കെങ്കിലും അതിലെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പ്രണയത്തിലാകുന്നു, അവൾ ഗർഭിണിയാകുന്നു, ആ പുരുഷൻ അവളെ ഉപേക്ഷിക്കും, സമ്മതിക്കുന്നില്ല, അതിന് ഉത്തരവാദി അദ്ദേഹമാണെന്ന് സമ്മതിക്കുന്നില്ല. പുരുഷന്മാർക്ക് ചില പ്രശ്നമുണ്ട്. കല്യാണം കഴിക്കുന്നതിൻ്റെ ആ സമയത്ത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അയാളുടെ കൊച്ചാണെന്ന് പറയുന്നത് നമ്മളതെല്ലാം കഥകൾ കാണും. ഇന്ന് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോകില്ല, അങ്ങനെ ഒരു സിനിമയില്ല. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും പുരുഷൻ അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണെങ്കിൽ ഒരു കേസ് കൊടുത്താൽ 1 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും വരാമെന്ന് കണ്ടുപിടിച്ച് തരാൻ നമുക്ക് സാധിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേറെ ചില അപകടങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നമ്മുടെ ഒരു തുള്ളി, ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഈ തുള്ളിയിൽ ചോര കൊടുത്താൽ അവർ സീക്വൻസ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ ഭാഗം അതിനകത്ത് ഇടും. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വേറെ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൽ നമ്മുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ എൻ്റെ അനുജൻ അമേരിക്കയിൽ ഒരു പ്രൊഫസർ, അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ഒരു തുള്ളി ചോര കൊടുത്തപ്പോൾ ഞങ്ങളുടെ കസിൻ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ A. രാമചന്ദ്രൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര്, രാഹുൽ രാമചന്ദ്രൻ്റെ പേര് അത് കാണിക്കും. അതിൻ്റെ അർത്ഥം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കസിനെ കണ്ടുപിടിച്ചു. പക്ഷെ അവൻ പറഞ്ഞ രഹസ്യം ആരുടെന്നും പറയണ്ട, പഞ്ചാബിലെ ഒരാളുടെ പേര് കൂടെ കാണിക്കുന്നു. പക്ഷെ എന്തായാലും ഈ സംവിധാനം വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു കഥ ഇല്ലാതെ പോകും. സിനിമയ്ക്കകത്ത് ഒരു കഥ ഇല്ലാതെ പോകുന്നത് അത് കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മളിത് അറിയില്ല. ഇതൊക്കെ വലിയ സംഭാവന നമുക്ക് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കിട്ടിയെന്നുള്ളത് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അതാണ് അതിൻ്റെ. അപ്പം ശാസ്ത്രബോധം എന്ന് പറയുന്നത് ആദ്യത്തെ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമുക്ക് തന്നിട്ടുള്ള സഹായങ്ങളെ അത് ദോഷം ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദോഷമുണ്ട്, എല്ലാ കാര്യത്തിലും ചെറിയ ദോഷങ്ങളും ഉണ്ട്. എങ്കിലും നമുക്ക് ആലോചിക്കാനൊക്കില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ആലോചിക്കാനൊക്കില്ല. അപ്പം അതിനെക്കുറിച്ച് നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഏറ്റവും ഞാനൊരു സിംഗിൾ ടെസ്റ്റായിട്ട് കണ്ടിട്ടുള്ളത് നമുക്ക് ശാസ്ത്രബോധം ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ അസുഖം വന്നാൽ മോഡേൺ മെഡിസിൻ സ്വീകരിക്കുന്നുണ്ടോ, അതാണ് ആദ്യത്തെ ടെസ്റ്റ്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രബോധം ഉള്ളവരെന്ന് കരുതുന്നു. കാരണം ബാക്കി സംവിധാനങ്ങളൊന്നും തന്നെ പൂർണ്ണമായും ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനെ നമുക്ക് വേണമെങ്കിൽ കോംപ്ലിമെൻ്ററി മെഡിസിൻ എന്ന് പറയും. ഇതിനോടൊപ്പം നമ്മളൊരു സർജറി ചെയ്തതിന് ശേഷം പോയി ആയുർവേദത്തിൽ തിരുമലോ കിഴിയോ ഒക്കെ ഇടുന്നത് ചില ഡോക്ടർമാർ തന്നെ നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ ഒരു സമ്പൂർണ്ണ സമഗ്ര വ്യവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയാനൊക്കെ അതിന് വളരെ ലളിതമായൊരു കാര്യമാണ്. ഡയഗ്നോസിസിൻ്റെ ഭാഗത്ത് അത് വളരെ താഴോട്ട് പോകുന്നു. കാരണം മോഡേൺ മെഡിസിനിലെ ഡോക്ടർ സ്കാൻ എടുത്ത് നോക്കി പറയുന്ന പ്രിസ്ക്രിപ്ഷൻ ട്രഡീഷണൽ ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനെ ആവശ്യത്തിന് സ്വീകരിക്കുന്നുണ്ടോ, അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകുമോ എന്നുള്ളതാണ് ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഇതായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഗുരുതരമായ വളരെ ഒറ്റപ്പെട്ട കേസല്ലാതെ തന്നിരിക്കുക, നമ്മളെല്ലാവരും അതിനെ സ്വീകരിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, CCTV വീട്ടിൽ വയ്ക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യം അറിയാം, DNA ടെസ്റ്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശാസ്ത്രബോധം
ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ പറ്റിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. പിന്നെ വേറൊന്ന്, ഈ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് വരയ്ക്കാൻ എല്ലാവർക്കും പേടിയാണ്. അതെവിടെ വരയ്ക്കും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് അന്ധവിശ്വാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, തർക്കിക്കാൻ പോയില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിശ്വാസം നമുക്കറിയാം. പക്ഷെ അതിനെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. ഇവിടെ പോയി നിൽക്കുന്നത് എനിക്ക് തോന്നിയൊരു ഉദാഹരണം പറയാം. ആരെയും ഹർട്ട് ചെയ്യില്ലാന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത്, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു ഇവിടെ സ്റ്റാച്യു ജംഗ്ഷനിൽ തന്നെ ഈ സ്റ്റാച്യുവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ട കാര്യം പറഞ്ഞു. ഈ സ്റ്റാച്യുവിലൊരു പ്രതിമ നിൽക്കും. അതുകൊണ്ടാണല്ലോ സ്റ്റാച്യു പേരിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രതിമയാണ്. ഒട്ടും ചില്ലറ കക്ഷിയല്ല. ഇദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് അച്ഛന്മാർക്ക് കിട്ടിയൊരു പുസ്തകമാണ്. അത് തന്നെ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരി എന്താണെന്ന് വെച്ചാൽ, ഗ്രഹപ്പിഴ എന്നൊന്നില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് 1870-കളിൽ ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റാച്യു എഴുതിയിരിക്കുകയാണ്. ഗ്രഹപ്പിഴ എന്നൊന്നില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പാരമ്പര്യവാദിയായിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് അദ്ദേഹം ശ്രദ്ധിച്ചു. അതെനിക്ക് തോന്നിയത് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് കുട്ടികളുടെ സയൻസ് എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചെറിയൊരു തകരത്തിൽ 2 ദ്വാരം ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിന് മുകളിലുള്ളതിന് കുറച്ച് ദൂരം കുറച്ചായിരിക്കും, താഴെയുള്ളത് പ്രഷർ കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാഠപുസ്തകത്തിൽ കാണുന്ന കാര്യമൊക്കെ ആദ്യം എഴുതിയ അദ്ദേഹം നമ്മുടെ മലയാളിക്ക് വേണ്ടി മലയാളത്തിൽ എഴുതി. പിന്നെ അതുപോലെ ഇവിടെ നമ്മുടെ AG's ഓഫീസ് ഇരിക്കുന്നതിൻ്റെ ആ സ്ഥലത്താണ് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അതിനടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒരു സമുദായം ജീവിച്ചുകൊണ്ടിരുന്നു. ആ AG's ഓഫീസ് ഇരുന്ന സ്ഥലത്താണ് ചെമ്പഗ്രാമമുള്ള വീട്. കുറച്ചപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പുതുമണിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ മനോന്മണിയും സുന്ദരനാർ എന്നറിയപ്പെടുന്ന തമിഴ് തായ്വാഴത്ത് എഴുതിയിട്ടുള്ള P. സുന്ദരൻപിള്ള, നമ്മുടെ നാട്ടിൽ ജനിച്ച് ആലപ്പുഴ ജനിച്ച് തിരുവനന്തപുരത്ത് ജീവിച്ച് മരിച്ച ആളാണ്. അദ്ദേഹം ഈ ഡാർവിൻ്റെ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ശാസ്ത്രം സത്യാന്വേഷണത്തിനുള്ള ഏറ്റവും മികച്ച പാതകളിലൊന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഡാർവിൻ്റെ സിദ്ധാന്തം വായിച്ചു. ഞങ്ങൾ കരുതിയിരിക്കുന്നത്, ഇന്ത്യയിൽ കരുതിയിരിക്കുന്നത്, സത്യാന്വേഷണം ചെയ്യുന്നവരെ സെയിൻസ് SAINTS എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു സയൻസ് ഇവിടെ സത്യാന്വേഷണത്തിൻ്റെ ഒരു പ്രധാന മാർഗമാണ്. നിങ്ങളുടെ പുസ്തകം വായിച്ച് മനസ്സിലായിട്ട് എഴുതി. എന്തായാലും ഞാൻ പുറകോട്ട് വരുന്ന സ്റ്റാച്യുവിൽ ആ കടയുടെ നമ്മുടെ സെക്രട്ടറിയെതിരെയുള്ള ചെറിയ പുസ്തകം വയ്ക്കുന്ന ചെറിയ കട, ഇപ്പോഴുള്ള കടയിൽ പണ്ട് ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ യുക്തിവാദികളുടെ പുസ്തകം എഴുതി. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയിലെ ദിവ്യജ്യോതിയാണ്. അപ്പോൾ അത് വായിച്ചിട്ട് അത് മനുഷ്യൻ കത്തിക്കുന്നതാണ് ദിവ്യജ്യോതി അല്ല എന്ന് ആവർത്തിച്ച് പറയുകയും അതിൻ്റെ തെളിവ് കണ്ടെത്തുകയും അതിനകത്ത് പോയവരുടെ കഥ പറയുകയും ചെയ്തു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇന്ന് പുസ്തകത്തിന് പ്രസക്തിയില്ല. കാരണം അവിടെ വിളക്ക് എത്തിക്കുന്നത് പോലീസാണെന്ന് സത്യവാങ്മൂലം വഴി ഗവൺമെൻറ് എനിക്ക് 2008-ലോ 2009-ലോ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തതോടുകൂടി അവിടെ ഇനി വസ്തുതാപരമായിട്ട് ഇതൊന്നും ബാക്കിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഇന്ന് ആൾക്കാർ ഒരു കുറവുണ്ടായി. കാരണം വിശ്വാസം തമ്മിലുള്ള ഒരു അതിർവരമ്പെന്ന് പറഞ്ഞാൽ എത്രമാത്രം നേർത്തതാണെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ അതിൻ്റെ ചർച്ച വന്നപ്പോൾ നിങ്ങളാരും ഇതിനടുത്ത് യൂട്യൂബിൽ ഇതൊന്നും ചെയ്യരുത്, നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പറയില്ല. അതിൻ്റെ ചർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന വേദാന്തിയായിട്ടുള്ള ഒരു പണ്ഡിതൻ ഡോക്ടർ ജോർജ് മാത്യു, അദ്ദേഹത്തിനോട് ഈ കോടതിയിൽ ഈ അഫിഡവിറ്റ് കൊടുത്ത സമയത്ത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുകയില്ലേ ദിവ്യജ്യോതി എന്ന് പറഞ്ഞ് പോലീസ് കത്തിച്ചാൽ വിളക്കത്തിച്ചാൽ പറ്റിക്കുകയില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അത് ഇങ്ങോട്ട് നോക്കിയാൽ ദിവ്യജ്യോതി, നേരെ മുകളിലോട്ട് പോയാൽ ഒരു കല്ലുകൊണ്ട് വെച്ചിരിക്കും. അതേ സർക്കാർ സകല പ്രൊട്ടക്ഷനും കൊടുത്ത് ഓൺലൈൻ ക്യൂവിലൂടെ അവിടെ ചെന്ന് തൊഴിലിട്ട് തിരിച്ചു വരാനുണ്ട്. അതിലില്ലാത്ത എന്ത് വരാതെയാണ് ഇവിടെ ഉള്ളതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിർവരമ്പ് വളരെ വളരെ ഉയർത്തമാണ്. അപ്പോൾ അതിനെ സാമാന്യ ജനങ്ങൾക്കറിയാം അതിൽ എന്താണ് ചൂഷണത്തിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞു ഫലിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് അദ്ദേഹം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശാസ്ത്രത്തിൻ്റെ സ്പോട്ട്ലൈറ്റ് എല്ലാ ജനങ്ങളും കാണുമ്പോഴത്തേക്കും നിങ്ങളൊരു പടി മജീഷ്യൻസ് ഒരുപടി മുന്നോട്ട് പോകും. വളരെ വിഷ്വൽ ഇമേജറീസ് വെരി സ്ട്രൈക്കിംഗ്. ഈ പുസ്തകം ഒരു മജീഷ്യന് മാത്രം എഴുതാനൊക്കുന്ന പുസ്തകമാണ് ഞാൻ കരുതുന്നത്. കാരണം അത്ഭുത സിദ്ധിയുള്ളതായിട്ട് എല്ലാവരും തോന്നിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മജീഷ്യനാണ്. ആ മജീഷ്യൻ അതിൻ്റെ രഹസ്യം പുറത്തു പറയുകയും അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളുടെ പുറകിലുള്ള കാര്യങ്ങൾ എന്തായിരിക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേരെ സ്വാധീനിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അത് വലിയ എല്ലാവരോടും പറഞ്ഞുള്ള വലിയൊരു സേവനമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന രീതിയിൽ ഈ വിഷയങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ കരുതുന്നു. വൈവിധ്യം ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ, ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ കരുതുന്നു ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു ദാറ്റ്. ഒട്ടും എളുപ്പമായിട്ട് പറയുന്നത്.
കാരണം ആൾക്കാരുടെ മനസ്സിൽ ചില സങ്കേതങ്ങൾ ഒളിഞ്ഞിരിക്കും, നമ്മളറിയില്ല. അവരതിൻ്റെ പുറത്ത് നിന്നുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. നമ്മൾ ചില പ്രത്യേക രീതിയിൽ അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ അത് റിയാക്ട് ചെയ്യുന്നത് കൂടുതൽ സ്ട്രോങ് ആയിട്ടായിരിക്കും. ഞാൻ ചെറിയ ഉദാഹരണം മാത്രമല്ല, ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയുകയും, ഇപ്പോൾ ഒരാൾ ജ്യോതിഷം നമ്മൾ അയാളുടെ തന്നെ ഇത് ഉടായ്പാണ്, തട്ടിപ്പാണ്, ഈ കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അധ്യാപകരിങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ക്ലാസ് മുറിയിൽ തെറ്റായിട്ട് ഉത്തരം പറഞ്ഞ കുട്ടിയെ നമ്മൾ ആക്രമിക്കാം. ഡാർവിൻ്റെ സിദ്ധാന്തം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഡാർവിൻ്റെ സിദ്ധാന്തം ശരിയല്ല എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക്, ഞാൻ അധ്യാപകനായിട്ട് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങ് ശാസ്ത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തർക്കത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, വളരെ നല്ല ഒരു ചോദ്യമാണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നതിന് വരെ ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ദിവസം കേരള യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങേക്ക് ഇതിന് ഈ അഭിപ്രായത്തിന് ഒരു വ്യത്യാസം വരുത്തക്കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചു തരാൻ സാധിക്കും. അങ്ങനെ ഒരു തുള്ളി ചോര ഞങ്ങൾ ശേഖരിച്ചിട്ട് അതിൻ്റെ DNA സാമ്പിൾ സീക്വൻസ് ചെയ്തതിന് ശേഷം അതിനെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അതുകൊണ്ട് സെർച്ച് ചെയ്താൽ ഉടനെ തന്നെ ഈ ഡാർവിൻ്റെ സിദ്ധാന്തം പഴയ പോലെ തർക്കത്തിന് വിഷയമേ അല്ല, തർക്കത്തിനുള്ള വിഷയമേ ഇല്ല. ഇവിടെ അവിടെ കൊണ്ട് സെർച്ച് ചെയ്താൽ ഉടനെ ആദ്യം കാണിക്കുന്നത് ഒറാങ്ങുട്ടാനും രണ്ടാമത് ചിമ്പാൻസിയും. നമ്മൾ അത് അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു അർത്ഥത്തിൽ അതൊരു ബോഡി ഷേവിംഗ് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു, സാർ ക്ഷമിക്കേണ്ട, സാർ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ചിമ്പാൻസി ലോകത്ത് എവിടെയുള്ള ആളെ കൊണ്ടുവന്നാലും, ആണിനെ കൊണ്ടുവന്നാലും, പെണ്ണിനെ കൊണ്ടുവന്നാലും, വെളുത്തയാളെ കൊണ്ടുവന്നാലും, കറുത്തയാളെ കൊണ്ടുവന്നാലും, ഏത് പ്രായത്തിലുള്ള ഇതേ ഉത്തരവാദിത്തം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഡാർവിൻ അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബുൾ ഡോഗ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിച്ചു വരും. അതിനെ ഒരു ആക്രമണം പോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് അംഗീകരിക്കപ്പെടാതെ പോയത്. ഞാൻ പറയും, എതിർത്തില്ല, ഞാൻ പറയും, എന്താണ് ഡാർവിൻ്റെ സിദ്ധാന്തം? മേലധ്യക്ഷന് പോലും ബഹുമാനം തോന്നുന്ന രീതിയിൽ അതിന് പറയാനുണ്ട്. എന്താണത്? ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും സഹോദരന്മാരാണെന്നാണ്. അതിൽ ചിമ്പാൻസി ഒറാങ്ങുട്ടാനുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ആരുമായിട്ടാണ് സഹോദരി ബന്ധം? പുലിയുമായിട്ടും കുതിരയുമായിട്ടും ആനയുമായിട്ടും എലിയുമായിട്ടും പാമ്പായിട്ടും ബാക്ടീരിയ എല്ലാമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഒരു മതവിശ്വാസികൾക്ക് പറഞ്ഞു, ഞങ്ങളുടെ ഡാർവിൻ്റെ സിദ്ധാന്തം പറയുകയാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും സഹോദരന്മാരാണ്. നമ്മൾ നാരായണ ഗുരുദേവൻ്റെ ആവട്ടെ, ചട്ടമ്പിസ്വാമിയുടെ ആവട്ടെ ജീവകാരുണ്യ നിരൂപണം വായിച്ചാൽ ചട്ടമ്പിസ്വാമിക്ക് പ്രത്യേകത ഉണ്ട്. ചട്ടമ്പിസ്വാമി ഡാർവിനെ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, ഡാർവിൻ്റെ ലേഖനത്തിനെ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്വീകാര്യമാണ്. ഞാൻ കരുതുന്നു ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം വലിയൊരു വിഭാഗം ആൾക്കാർക്ക്, ഒരു മജീഷ്യൻ എഴുതിയിരിക്കുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു വൈഭവത്തിലൂടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലൂടെ കുറേ ആൾക്കാർക്ക് അത് വളരെ സ്വീകാര്യമായിരിക്കും. വേറെ കുറച്ച് പേർക്ക് അവരുടെ വിശ്വാസങ്ങളെ ഹർട്ട് ചെയ്യാതെ പറയുകയും അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെ കൂടെ ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് പറയുകയും. പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം ഒന്നാണ് ശാസ്ത്രബോധം വളർത്തുക. അതിലൂടെ അന്ധവിശ്വാസത്തിനോടുള്ള നമ്മുടെ എതിർപ്പെന്നാണ് ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റാൻ നോക്കുക. അതിൻ്റെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു സംഭാവനയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എനിക്ക് ആകെ ഒരു അഭിപ്രായമുള്ളത്, നമ്മുടെ യുവതലമുറയെക്കുറിച്ച് ഇവിടെ വന്നിരിക്കുന്നതും എല്ലാവരും ഈ യേശുദാസ് നമ്മുടെ നേരത്തെ പറഞ്ഞ സിനിമയൊക്കെ കണ്ട് ആസ്വദിക്കുന്ന പ്രായത്തിലുള്ളവർ. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് നമ്മൾ അറിയണം, അവരുടെ ആശയവിനിമയ മാർഗങ്ങൾ എന്താണെന്ന് അറിയണം. അപ്പോൾ സാറ് പ്രത്യേകിച്ച് നല്ല ഒരു മീഡിയ പ്രസൻസ് ഉള്ളതാണ്. സാർ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വീഡിയോ ചെയ്തു വിട്ടു, അത് രസമായിട്ടാണ്. സാർ ഇങ്ങനെ ഇരുന്ന് എഴുതിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത്. സാറ് ഇതിലെ ചെറിയ ചെറിയ ഇൻസിഡൻസസ് റീലായി വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ യുവതലമുറ കാണുമ്പോൾ അവർ ഈ വലിയ പുസ്തകമൊന്നും വായിക്കാൻ തയ്യാറില്ലാത്തവരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മളവരെ പഴിച്ചിട്ട് കാര്യമില്ല. ഓരോരോ കാലത്ത്, ഇപ്പോൾ പഴയ കാലത്ത് ഖുറാനും ബൈബിളും എല്ലാം കാണാതറിയാവുന്ന, വേദങ്ങൾ കാണാതറിയാവുന്നവരുണ്ടായിരുന്നു. ഇന്ന് കുറവല്ലേ? അന്ന് പറഞ്ഞ പോലെ ഇത്രയും 3 മണിക്കൂർ സിനിമ കണ്ട് സ്വാംശീകരിക്കുകയും എണിച്ചു പോവുകയും ചെയ്യുന്നവരല്ല. അപ്പോൾ അവരുടെ രീതിക്കനുസരിച്ച്, അല്ലെങ്കിൽ ഡോക്ടർ ആതിരയ്ക്ക് ചെയ്യാം, അത് അതിൻ്റെ ചെറിയ ചെറിയ റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു വളരെ സവിശേഷമായ ഒരു പുസ്തകം. നമുക്കെല്ലാവർക്കും ഈ പുസ്തകത്തിന് നമ്മുടെ നാട്ടിലെ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുന്നതിൽ, അതുപോലെ അന്ധവിശ്വാസം, അതിനേക്കാൾ പ്രധാനം അന്ധവിശ്വാസത്തിലൂടെയുള്ള ചൂഷണം അത് അവസാനിപ്പിക്കുന്നതിനുള്ള നല്ലൊരു സംഭാവനയായിട്ട് നമുക്ക് കരുതാം. ഞാൻ സാറിനെ ഒന്നും കൂടെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.